ഹായ് ഡിയേഴ്സ്, നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും സ്കൂൾ തുറക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ. ഈ 2 മാസത്തെ വെക്കേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിരുന്നു കേട്ടോ. ഇവിടെ കോഴിക്കോട് URC സൗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. വേനൽപ്പച്ച എന്ന കലാപഠന പ്രവൃത്തി പരിചയ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള അവസരം കുട്ടികളുടെ കൂടെ എനിക്ക് ലഭിച്ചു. URC സൗത്തിൻ്റെ കീഴിലുള്ള പല സ്കൂളുകളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ആയിരുന്നു ക്യാമ്പിലുണ്ടായിരുന്നത്. അവിടെ വെച്ച് അവർക്ക് വർക്ക് എക്സ്പീരിയൻസിലും ഡ്രോയിങ്ങിലും ഒക്കെ ആയിട്ട് പലതരം പരിശീലനങ്ങൾ കിട്ടി. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് അവർ ശില്പങ്ങളും പാവകളും പൂക്കളും ഒക്കെ നിർമ്മിച്ചു. പല രീതിയിലുള്ള ചിത്രങ്ങൾ വരച്ചു. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയാലും ടിവിയുടെ മുന്നിലേക്കും മൊബൈലിലേക്കും മാത്രം കണ്ണ് നട്ട് നിൽക്കാതെ വീണ്ടും വീണ്ടും അവിടെ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ ചെയ്ത് നോക്കാനും അങ്ങനെ ഓരോ കാര്യങ്ങൾ നിർമ്മിക്കാനൊക്കെ നല്ല താല്പര്യമായിരുന്നു രണ്ടുപേർക്കും. നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പല കാര്യങ്ങളും കൊണ്ടിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തപ്പോൾ അവർക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. വർക്ക് എക്സ്പീരിയൻസ് ഒരു സബ്ജക്റ്റായിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ക്യാമ്പിൽ വെച്ച് ടീച്ചേഴ്സ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിനൊക്കെ പുറമെ മക്കൾക്ക് ഇതിനോടുള്ള ഒരു താല്പര്യം കൂടെ മുൻനിർത്തിയാണ് കേട്ടോ ഞാൻ ഈ ക്യാമ്പിൽ അവരെ പങ്കെടുപ്പിച്ചത്. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ കുട്ടികൾ ഇങ്ങനെ വരയ്ക്കുകയും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുകയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അതിനോടുള്ള അവർക്കുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തത്. കുട്ടികളുടെ കൂടെ തന്നെ LP ക്ലാസ്സിലെ പാരൻസിനും യോഗ, എയറോബിക്സ്, പ്രവൃത്തി പരിചയം എന്നീ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പ്രശസ്ത യോഗാചാര്യനായ ഉണ്ണിരാമൻ മാസ്റ്റർ ആയിരുന്നു ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസം ക്ലാസ് എടുത്തത്. അതിനുശേഷം പിന്നെ സിന്ധു ടീച്ചറായിരുന്നു ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഞാൻ യോഗ ആദ്യമായിട്ടായിരുന്നു ചെയ്തത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പേടിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 1-2 ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ. അതേപോലെ എയറോബിക്സും നമുക്ക് യാതൊരു പരിചയമില്ലാത്തൊരു മേഖലയാണ്, പക്ഷേ എന്നാൽ അത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. ഈ ക്ലാസ്സുകളുടെ കൂടെ തന്നെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ക്ലാസ്സുകളും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പാരൻസിനും. അവിടെ വെച്ച് ഞങ്ങൾക്ക് കിട്ടിയത് ഒറിഗാമി മേക്കിംഗ്, അഗർബത്തി മേക്കിംഗ്, പോട്ട് പെയിൻറ്റിങ് ആൻഡ് ബോട്ടിൽ ആർട്ട്, പിന്നെ വേർട്ടിക്കൽ ഗാർഡനിങ്, പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ചിരട്ട വെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ക്ലാസ്സുകളാണ്. ഇതിൽ വളരെ ഇൻട്രസ്റ്റോടു കൂടി എല്ലാവരും ചെയ്തു തീർത്തൊരു കാര്യമാണ് ഈ കോക്കനട്ട് ഷെല്ല് വെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കൽ. നമ്മളത് വളരെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നൊരു സാധനമാണ് ഈ ചിരട്ട എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഓരോരോ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചപ്പോൾ നമുക്കുണ്ടായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് പഠിക്കുക മാത്രമല്ല നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടുപോയിട്ട് മറ്റുള്ള കുട്ടികൾക്കും കൂടെ ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് എടുത്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പാരൻസിന് ഇങ്ങനൊരു ക്ലാസ് അവിടെ നിന്ന് നൽകിയത്. 1 മാസത്തോളം നീണ്ടു നിന്ന ഈ ഒരു ക്യാമ്പിൻ്റെ അവസാന ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ വരയാണ് ലഹരി എന്ന ഒരു സന്ദേശം മുൻനിർത്തിക്കൊണ്ട് ഒരു ബിഗ് ക്യാൻവാസിൽ കുട്ടികൾ ചിത്രം വരച്ചുകൊണ്ടാണ് ഈ ക്യാമ്പിൻ്റെ സമാപന ദിവസം ആരംഭിച്ചത്. അതിൽ ഓരോ കുട്ടികളും അവർ ഈ ഒരു മാസക്കാലം കൊണ്ട് അവിടെ നിന്ന് പഠിച്ചെടുത്ത ഓരോരോ ചിത്രങ്ങൾ, പല രീതിയിലുള്ള ചിത്രങ്ങൾ അവിടെ വരച്ച് ചേർത്തു. പിന്നെ സ്റ്റേജിൽ വെച്ച് ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തുടങ്ങി. അതിനുശേഷം കുട്ടികൾക്കായിട്ടൊരു മാജിക് ഷോ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു മാസക്കാലം കുട്ടികളും പാരൻസും ഒക്കെ അവിടെ നിന്ന് പഠിച്ചെടുത്തിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു ചെറിയ പ്രദർശനം കൂടെ ആ ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള ഓരോരുത്തരുടെയും കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള ഓരോരോ വസ്തുക്കളാണ് ഇതിൽ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിൽക്കുമ്പം സന്തോഷത്തോടൊപ്പം വളരെയധികം അഭിമാനം തോന്നി. ശരിക്കും ഈ ക്യാമ്പിൽ വരാൻ തോന്നിയത്, എത്ര നന്നായെന്ന് തോന്നിയത് ഈ ഒരു സമയത്താണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോരോ വസ്തുക്കൾ കണ്ടിട്ട് മറ്റുള്ള ആൾക്കാർ വളരെ നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതിപ്പോൾ കുട്ടികളുടെ ആയാലും അവരുടെ എല്ലാവരുടെയും ഓരോ കുട്ടികളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിട്ടുള്ള ഓരോ കഴിവുകൾ, അത് അവിടുത്തെ ടീച്ചേഴ്സ് ശരിക്കും ഇതിനൊക്കെ നന്ദി പറയേണ്ടത് നമുക്ക് ട്രെയിനിങ് തന്ന അവിടുത്തെ സ്പെഷ്യൽ ടീച്ചേഴ്സിനോട് തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു എഫേർട്ടിൻ്റെ ഫലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാ വസ്തുക്കളും. ഈ ചടങ്ങിൽ വെച്ചിട്ട് ഈ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ കുറേയധികം സൗഹൃദങ്ങളും കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തോടെ നമ്മളെല്ലാവരും താൽക്കാലികമായിട്ട് പിരിയാണ്. എന്നാലും നമ്മളുടെ സൗഹൃദം തുടർന്ന് പോകുന്നുള്ള ഉറപ്പിന്മേലാണ് ഞങ്ങളെല്ലാവരും പിരിയുന്നത് ഇവിടെ വെച്ചിട്ട്. എന്തായാലും ഞങ്ങളുടെ ഈ അവധിക്കാലം കളർഫുള്ളാക്കാൻ ഈ ക്യാമ്പിന് സാധിച്ചു. അപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്.